ആക്ഷൻ ഇ-ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സയൻസുമായി ബന്ധപ്പെട്ട PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യരിലെ ശരീര അവയവം ഏത്? അതേതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഇത് കരൾ എന്ന് പറയുന്നത്. കെമിക്കൽ ഫാക്ടറി, ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന കെമിക്കൽ ഫാക്ടറിയുടെ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതാണ് കരള്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കൊഴുപ്പും ഇരുമ്പും സംഭരിക്കുന്ന അവയവം ഏതാണ്? കരള്. അതുപോലെ താപം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരള്. പിന്നെ ഈ പറഞ്ഞ പോലെ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ഏത്? കരൾ എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? പിത്തരസം. അതിൽ എന്ത് കാണപ്പെടുന്നില്ല? രാസാഗ്നികൾ കാണപ്പെടുന്നില്ല. പിത്തരസത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പിന്നെ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്, അതായത് ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് എന്ത്? ഈ പിത്തരസം. അപ്പൊ ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. ഇത് ചെയ്യുന്നത് ആരാണ്? ഈ പിത്തരസമാണ്. ഓക്കെ, ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസിൽ എന്ത് കാണപ്പെടുന്നില്ല? രാസാഗ്നികളൊന്നും കാണപ്പെടുന്നില്ല. ഇനി ഈ ബൈൽ ജ്യൂസിന്റെ പിത്തരസത്തിന്റെ നിറം എന്താണ്? പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. ഓക്കെ, പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. കാരണം അതില് ബിലിറുബിനും ബിലിബിറിഡിനും കാണപ്പെടുന്നുണ്ട്. ബിലിറുബിനും ബിലിബിറിഡിനും ഉള്ളത് കൊണ്ടാണ് അതിന് എന്ത് നിറം? ഒരു പച്ചമഞ്ഞ കളർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏത്? അത് ലിഥിയമാണ്. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയ്ക്ക് എന്താ? മൃദുലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെ ലോഹനാശനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെറോസിൻ, മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? അതിന്റെ ലോഹനാശനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ലിഥിയം ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹമാണ് ഇത് ലിഥിയം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹമാണ് ഇത് ലിഥിയം. അതുപോലെ വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? വെള്ളിയാണ്. വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? വെള്ളി. അടുത്ത ചോദ്യം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏത്? അതേതാണ്? സാക്കറിൻ ആണ്. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സാക്കറിൻ ആണ്. പാലിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഇത് ലാക്ടോസ്. ബ്ലഡിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. ഫ്രൂട്ട്സിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഫ്രക്ടോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആര്? ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ആരാ? ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അഥവാ ന്യൂക്ലിയർ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ഓക്കെ, അതുപോലെ അതിനു മുന്നേ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ വാട്ടർമെലൺ മാതൃക അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മാതൃക അത് ആവിഷ്കരിച്ചത് ജെ തോംസൺ ആണ്. എന്നാൽ ആറ്റത്തിന്റെ ആധുനിക മോഡേൺ വേർഷൻ അവതരിപ്പിച്ചത്, ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചതും നമ്മൾ ഇപ്പം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളതാണ് അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. ഓക്കെ, സോ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡല് ജെ തോംസൺ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക റദർഫോർഡ്, ആധുനിക ആറ്റം മാതൃക നീൽസ് ബോർ, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, പിന്നെ ആറ്റത്തിന്റെ കണങ്ങൾ ഏതൊക്കെയാ? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇങ്ങനെ ആലോചിച്ചാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. N = RTC എന്നാണ് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലികയാണ്. ഓക്കെ, കോശാസ്ഥികൂടം. എന്നാൽ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. നമ്മുടെ
നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന കെമിക്കൽ ഫാക്ടറി ഏതാ? കരളാണ്. എന്നാൽ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി ഏതാണ്? അത് മൈറ്റോകോൺട്രിയ ആണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ ആണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. അതുപോലെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ ഡൈജസ്റ്റീവ് ബാഗ്സ് അഥവാ ഡിമോളിഷൻ സ്ക്വാഡ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ലൈസോസോം ആണ്. ഓക്കെ. അതുപോലെ കോശത്തിലെ എനർജി കറൻസി അഥവാ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നത് ATP ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനക്കൊമ്പൻ എന്നത് ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ അത് വെണ്ടയാണ്. ഓക്കെ, ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പൊ വെണ്ടേന്റെ മറ്റ് ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, അഭയ്, സൽകീർത്തി, സുസ്ഥിര, അരുണ. ഇതൊക്കെയാണ് വെണ്ടേന്റെ മറ്റ് ഇനങ്ങൾ. അടുത്ത ചോദ്യം, സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ഓക്കെ, അത് ബാക്ക്ലൈറ്റ് ആണ്. ഓക്കെ, അത് പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഇത് ബാക്ക്ലൈറ്റ്. രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണുള്ളത്. ഏതൊക്കെയാണ്? അതായത് ചൂടാക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്നതാണ് തെർമോസെറ്റിംഗ്. എന്നാൽ ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്നതാണ് എന്ത്? തെർമോപ്ലാസ്റ്റിക്. ആ ഭൗതികമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞു, പിന്നെ അത് രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം വരുന്നതാണ് ഇത് തെർമോപ്ലാസ്റ്റിക്. അപ്പൊ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ പോളിയസ്റ്റർ ഒക്കെ എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. പോളിത്തീൻ എന്തിന് ഉദാഹരണമാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ഓക്കെ, അതുപോലെ ഈ ബാക്ക്ലൈറ്റ് നമ്മൾ സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ, സോപ്പ് പെട്ടി അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? അത് സൾഫ്യൂറിക് ആസിഡ് ആണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ഇത് സൾഫ്യൂറിക് ആസിഡ്. ഓക്കെ, അക്വാ റീജിയയിലുള്ള ആസിഡുകൾ ഏതൊക്കെയാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. അടുത്ത ചോദ്യം, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ശരീരകല ഏത്? അത് ആവരണകലയാണ്. മനുഷ്യ ശരീരത്തിലെ 4 തരത്തിലുള്ള കലകളാണുള്ളത്. ആവരണകല, പേശികല, നാഡീകല, യോജകകല. അതിൽ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? ആവരണകല. മൂവ്മെന്റ്സിന് സഹായിക്കുന്നത് ഏതാണ്? പേശികല. നമ്മളെ ബോഡിയിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും അത് നാഡീകലയാണ്. യോജകകല എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നത്, കണക്റ്റീവ് ടിഷ്യൂ. അതിൽ വരുന്നത് ബ്ലഡ്, അതുപോലെ തരുണാസ്ഥി, ടെൻഡൻസ്, ലിഗമെന്റ്സ്, അതൊക്കെയാണ്. അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ, അതൊക്കെയാണ് യോജകകലയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യരീരത്തിലെ അവയവം ഏത്? അതെന്താണ്? തലച്ചോറാണ്. തലച്ചോറിനെയാണ് പേപ്പട്ടി വിഷം ബാധിക്കുന്നത്. അപ്പൊ അത് പേപ്പട്ടി വിഷത്തിനെതിരെ വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. ഓക്കെ, റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്ചർ ആണ്. ഇത്തരം വീഡിയോസ് കൂടുതൽ ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.